അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. സ്നേഹമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിൽ എത്തിയതിനു ശേഷം പുണ്യനബി മദീന പള്ളിയുടെ നിർമ്മാണത്തിലാണ്. മസ്ജിദുൻ നബവി. എല്ലാ സ്വഹാബിമാരും അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അന്നഹു ബൈനമാ കാനൽ മുസ്ലിമൂന യബ്നൂനൽ മസ്ജിദ ഫിൽ മദീനത്തിൽ മുനവ്വറ. മദീന മുനവ്വറയിൽ പള്ളിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയം കുന്ന നൻഖുലു ലബിനൽ മസ്ജിദി ലബിനത്തൻ ഞങ്ങൾ ഓരോരുത്തർ ഓരോ ഇഷ്ടികയാണ് എടുത്തു കൊണ്ടുപോകുന്നത്, ചുമന്ന് കൊണ്ടുപോകുന്നത്. എന്നാൽ വക്കാന അമ്മാറു യൻഖുലു ലബിനത്തൈനി അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു 2 ഇഷ്ടിക വീതം ചുമന്നുകൊണ്ടാണ് അദ്ദേഹം നിർമ്മാണ പ്രവർത്തനത്തിൽ തൻ്റെ ഭാഗധേയത്വം നിർണയിച്ചത്. ഫമർറ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമസഹ അൻ റസിഹിൽ ഗുബാർ. അങ്ങനെ ഇരിക്കെ ഒരു സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. 2 ഇഷ്ടിക ചുമന്ന് അദ്ദേഹത്തിൻ്റെ 2 ചുമലിലും ഒരുപാട് പൊടിപടലങ്ങൾ ഉണ്ട്. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ കൈകളെ കൊണ്ട് ആ പൊടിപടലങ്ങളെല്ലാം ഒന്ന് തട്ടി മാറ്റിയതിനു ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, വൈഹ് ഉമർ തഖ്തുലുഹു അൽ ഫിഅത്തുൽ ബാഗിയ. അമ്മാറെ, താങ്കളെ ഒരു അക്രമി സംഘം വകവരുത്തുന്ന സമയം ഉണ്ടാകും എന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതൊരു പ്രവചനം ആണ്. അമ്മാറുൻ യദ്ഉഹും ഇലല്ലാഹ് വയദ്ഉനഹു ഇലന്നാർ. അമ്മാർ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും, എന്നാൽ അവർ അമ്മാറിനെ നരകത്തിലേക്കാണ് ക്ഷണിക്കുക. ആ അൽ ഫിഅത്തുൽ ബാഗിയത്തു എന്ന് പറഞ്ഞത് അക്രമി സംഘം. ആ സമയത്ത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും കേട്ടു നിൽക്കുന്ന ആളുകളോടും പറഞ്ഞു, നഹ്നു നഊദു ബില്ലാഹി മിനൽ ഫിതൻ. എല്ലാവിധ നാശത്തിൽ നിന്നും നാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. ആ സമയത്തുണ്ടായ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി, യമാമയിൽ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം പരിശുദ്ധ ഖിലാഫത്തിന് എതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുമായി യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. പ്രഖ്യാപിക്കപ്പെട്ട ആ യുദ്ധത്തിൽ മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തു. ആ സമയത്ത് മുസ്ലിങ്ങളിൽ ചില ആളുകൾക്ക് ചില വൈമനസ്യവും പിന്തിരിയുന്നൊരു സാഹചര്യവും ചെറിയ ഒരു ഭീരുത്വവും കണ്ടപ്പോൾ മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ ഒരു പാറയുടെ മുകളിൽ കയറി നിന്നിട്ട് പറയുന്നൊരു രംഗമുണ്ട്. യാ മഅ്ശറൽ മുസ്ലിമീൻ അമിനൽ ജന്നത്തി തഫിറൂൻ അന അമ്മാർ ഇബ്നു യാസിർ ഹലുമ്മു ഇലയ്യ. മുസ്ലിങ്ങളെ, നിങ്ങൾ സ്വർഗത്തിൽ നിന്നാണോ പിന്തിരിഞ്ഞു പോകുന്നത്? ഞാൻ അമ്മാർ ഇബ്നു യാസിറാണ്, വരൂ എൻ്റെ കൂടെ, നമുക്ക് യുദ്ധം ചെയ്യാം. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഖ്യാപനം കേട്ട് സഹോദരങ്ങളെല്ലാവരും സ്വഹാബികളെല്ലാവരും ഒരുമിച്ച് കൂടുകയും ശക്തമായ പോരാട്ടം നടത്തുകയും ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വമ്പിച്ച വിജയം നേടാൻ സാധിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗം. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൂഫയുടെ ഭരണാധികാരിയാക്കിയിട്ടുണ്ട്, ഗവർണർ ആക്കിയിട്ടുണ്ട്. അവസാനം മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ജമൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, സിഫീൻ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. സിഫീൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. യഅ്തൂനി ബിശുർബത്തി ലബൻ ഫഖദ് അഖബറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ആഖിറ സാദി മിനദ് ദുനിയ മദഖത്തു ലബൻ.
എനിക്കല്പം എനിക്കല്പം പാല് കൊണ്ടുവരൂ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അവസാനം ഞാൻ കുടിക്കുന്നത് പാലായിരിക്കും എന്ന്. അദ്ദേഹത്തിൻ്റെ മരണം മുന്നിൽ കാണുകയാണ്. ഈ സമയത്ത് മരിക്കുമെന്ന് അദ്ദേഹം കണക്ക് കൂട്ടുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം അങ്ങനെ പാല് കുടിക്കുകയും ആ യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു സിഫീൻ യുദ്ധത്തിലാണ് കൊല്ലപ്പെടുന്നത്. ഹിജറ 37 സഫർ മാസത്തിലാണ് ആ യുദ്ധം ഉണ്ടാകുന്നത്. അന്ന് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന് 93 വയസ്സാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം പോലെ അബുൽ ഖാദിയ അൽ ജുഹനി എന്ന് പറയുന്ന ഒരുത്തനാണ് മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയത് എന്ന് നമുക്ക് താരീഖിൻ്റെ കിതാബുകളിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ മറ്റൊരു പ്രവചനം പുലർന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.